3 വർഷത്തോളം ഞാൻ ബിലീവേഴ്സ് ചർച്ചിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചില സത്യങ്ങൾ മനസ്സിലായത്. എന്നെ കർത്താവ് പിടിച്ചിറക്കിയത് വലിയൊരു അടിമത്തത്തിൽ നിന്നാണ്. വറുചട്ടിയിൽ നിന്ന് എന്നെ എടുത്ത് എരുതിയിലിട്ട് അനുഭവമായിപ്പോയി. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വന്നത് ഒരു മനുഷ്യൻ്റെ അടിമകനല്ല, നിൻ്റെ വചനം ഉയർത്താനാണ്, നിൻ്റെ നാമത്തെ ഉയർത്താനാണ്, എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ബിഷപ്പായപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ പരിചയപ്പെടുത്തി തന്ന ആളാണ് ഈ 75 വയസ്സുള്ള ചെറുപ്പക്കാരനായ ജോസഫ് മനക്കലച്ചൻ. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛനുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്നെ ഹല്ലേലൂയ സ്തോത്രം പൊതു ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ഉയർത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ സ്തോത്രം കർത്താവ്, ഞാനെല്ലാം തികഞ്ഞവനെന്നല്ല, ഞാനെല്ലാം നേടിയെന്നല്ല, നേടാമെന്നുള്ള ലാക്കാക്കി ഞാൻ ഓടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ 2 പെന്തക്കോസ്ത് സഹോദരങ്ങളുടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വചനം പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, 1998 ലണ്ടനിൽ മലയാളികളെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു കത്തോലിക്ക ഭവനത്തിൽ എന്നെ കൊണ്ടുപോയി. 1.5 മാസത്തോളം ലണ്ടനിലുണ്ടായിരുന്നു. കൊണ്ടുപോയ കാരണം ഇതാണ്, ആ കത്തോലിക്ക ഭവനത്തിലെ ഒരു സഹോദരൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ പോയി. അവനെ കൊണ്ടുവരാനാണ് എന്നെ കൊണ്ടുപോയത്. പിടിച്ചതിനേക്കാൾ വലുത് അളയൽ. ഞാൻ ആ വീട്ടിൽ ചെന്നു. സ്തോത്രം. ഉടനെ ആ സഹോദരൻ, ഞാൻ ചെന്ന് കയറി ഇരുന്ന് ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പം ആ സഹോദരൻ എണീറ്റിട്ട് ഇങ്ങനെ നിന്ന്, അച്ഛാ ഒരു ദൂതുണ്ട് പറയട്ടെ. ഈ ദൂതെന്നൊക്കെ പറയുമ്പോൾ പെന്തക്കോസ്തക്കാരൻ്റെ കോലാണല്ല അന്നത്തെ ചിന്താഗതി. ഞാൻ പറഞ്ഞു, എന്താ ദൂത്? യോഹന്നാൻ 8:31-32 വാക്യങ്ങൾ. അച്ഛൻ അറിയാമോ ഇതെന്താണ്? ഞാൻ പറഞ്ഞു, പറ എന്താ? അച്ഛൻ ഈ സത്യം അറിയാം. അച്ഛനെ കർത്താവ് സ്വതന്ത്രനാക്കും. അച്ഛനൊരു കറ തീർന്ന പെന്തക്കോസ് അച്ഛനാകും. ഞാൻ അവനെ അന്ന് അവിടെ വെല്ലുവിളിച്ചിട്ട് ഞാനിങ്ങി പോന്നു. 2000 സ്തോത്രം 4-ാം പ്രാവശ്യം തിരുവനന്തപുരം രൂപതയിലുള്ള വലിയതുറ പള്ളിയിൽ 4-ാം പ്രാവശ്യം ഞാൻ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ 3 പ്രാവശ്യം ചെന്ന് 3 വർഷം അവിടെ വലിയതുറ പള്ളിയിലെ വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയിൽ ചർച്ച് ഓഫ് ഗോഡും AG ചർച്ചും ഉണ്ട്. ഈ 2 സഭയിലുള്ള പെന്തക്കോസ്ത് സഹോദരങ്ങളെ കീറിയിട്ടാണ് പോകുന്നത്. 4-ാം പ്രാവശ്യം ചെന്ന് കീറി തിരിച്ചു വരാനായിട്ട് ഒരു കത്തോലിക്ക ഭവനത്തിൽ അത്താഴം കഴിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി. തിരിച്ചു വരുന്ന വഴി 2 സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, ക്രിസ്പിനച്ച ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, എന്താ? 3 വർഷം വന്ന് ഞങ്ങളെ കീറി. അച്ഛൻ പറഞ്ഞ കാരണം ഞങ്ങളെ പലരെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിന് സാക്ഷി ദേ ഇവിടെ ഇരിപ്പുണ്ട്. മനക്കലച്ചൻ ചെന്നപ്പോൾ പലരും പറഞ്ഞു ആ സാക്ഷ്യം. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ അഞ്ജലി പോളിനെ ഞാൻ സ്നാനപ്പെടുത്തിയ വിവരം അവർ പെന്തക്കോസ് മാഗസിനിലൂടെ അവരറിഞ്ഞപ്പോൾ അവർക്ക് എന്തു സന്തോഷമായിരുന്നെന്നറിയാവോ? ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇടയാക്കിയ അച്ഛൻ കന്യാസ്ത്രീയെ സ്നാനപ്പെടുത്തിയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഹോദരൻ പറഞ്ഞോ, അച്ഛനൊരു ദൂതുണ്ട്. 4-ാം പ്രാവശ്യം അച്ഛൻ ഞങ്ങളെ കീറിയില്ലേ, ഇത് ഒടുക്കത്തെ കീറല. ഞാൻ പറഞ്ഞു, അതെന്തുവാ? അച്ഛനെ ഈ സത്യം അറിയും. അച്ഛൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. അച്ഛനെ കർത്താവ് സ്വതന്ത്രനാക്കും. സ്തോത്രം. ഹല്ലേലൂയ. 2000 എൻ്റെ കർത്താവിൻ്റെ മൂടുപടം മാറ്റിയത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ പോലുള്ളവർ പഠിക്കുന്നത് 14 വർഷമാണ്. കപ്പുച്ചിൻസിന് 14 വർഷമാണ് പഠിത്തം. സ്തോത്രം. ഈ എന്നെപ്പോലുള്ള ഒരു അച്ഛനെയും ഒരു പെന്തക്കോസ് പാസ്റ്ററിനെയും കൂടെ കൊണ്ട് നിർത്ത്. പെന്തക്കോസ് പാസ്റ്റേഴ്സൊക്കെ പഠിക്കുന്നത് 4-5 വർഷമാണ്. ആരായിരിക്കും ഈ വൈദികൻ എന്ന് പറയുന്ന ഈ വൈദികൻ? ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ വെടി തീരും. ഈ പെന്തക്കോസ് പിന്നെയും കത്തിച്ചുകൊണ്ടേ നിൽക്കും. അഭിഷേകത്തിൻ്റെ വ്യത്യാസമാണ്. ഇതെഴുതിയത് മനുഷ്യനല്ല, ദൈവാത്മാവാണ്.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവവചനം പഠിപ്പിക്കുന്നത് മനുഷ്യനല്ല, ദൈവാത്മാവാണ്. ദൈവാത്മാവിനാൽ സകലരും പഠിപ്പിക്കുമെന്നുള്ള വചനമാണ്. ദൈവാത്മാവ് വിളിച്ചിറക്കുന്നതാണ്, അല്ലാതെ മനുഷ്യൻ ഇറക്കുന്നതല്ല. ഓ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നീ തന്ന ഈ വെളിച്ചത്തിനായി സ്തോത്രം, നീ തന്ന ഈ ആത്മീയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പാ, ഞങ്ങളെ ഈ രാജകീയ പൗരോഹിത്യത്തിലേക്ക് നീ വിളിച്ചു വേർതിരിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്ന് നീ വിളിച്ചിറക്കിയതിനായി സ്തോത്രം. പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുവാനായി വിളിക്കപ്പെട്ട യഥാർത്ഥ പടയാളികളായി അഭിഷേകത്തോടെ നിൽക്കുവാൻ, അനേകം അഗ്നിജ്വാലയിൽ നിൽക്കുന്ന അനേകരെ തീച്ചൂളയിൽ വലിച്ചൂരി രക്ഷിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ചിറക്കിയതിനായി സ്തോത്രം. അപ്പാ, നമുക്ക് കരങ്ങളെ കോർത്തു പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഓ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഇപ്പോൾ തന്നെ നസ്രേനായ യേശുവിന്റെ അധികാര നാമത്തിൽ ഹല്ലേലൂയ പാരമ്പര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. അതര ജൽപ്പനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. സാത്താൻ കെട്ടിയിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ അഴിയട്ടെ. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ വിഷയം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പാസ്റ്റർ കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. അവിടെ ഒരു 15 വയസ്സുള്ള അനീഷ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞൊരു പയ്യനാണ്. അവൻ മുസ്ലിമാണ്. അവനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കാൻ ഒരിക്കൽ കൂടി കരങ്ങൾ കോർത്തു പിടിച്ച് ആ മകൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പാ, 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 ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, അത് ബലമുള്ള പ്രാർത്ഥനയാണെന്ന് കർത്താവേ. അപ്പാ, ആ മകനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം അയച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രക്തത്തിന് കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ, ഏകമനപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നു, അത് ലഭിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം ഭാവിക്കുമെന്നുള്ള വചനപ്രകാരം നിന്റെ അടിപ്പിണരിനാൽ ആ മകന് നീ പൂർണ്ണമായി വിടുതൽ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. അവൻ സമൂഹത്തിന്റെ മുമ്പിൽ എണീറ്റ് നിന്ന് നിന്നെ സാക്ഷീകരിക്കുവാൻ, അവനൊരു യഥാർത്ഥ ശിഷ്യനായി തീരുവാനായി ആ പൈതലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നിന്റെ കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ആ രോഗത്തിന്റെ ദുരാത്മാവ് ഇപ്പോൾ തന്നെ ആ മകനെ വിട്ടുപോയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അപ്രകാരം നടക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം സഹായിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാധാരണ സാക്ഷ്യവും വചന മെസ്സേജും കൂടി 2-2.5 മണിക്കൂറാണ് പോകുന്നത്. ഈ സത്യം നിങ്ങളറിയും, സത്യം നിങ്ങളെ വിടുതൽ പ്രാപിക്കും. നമ്മളെ കർത്താവ് വിടുതൽ പ്രാപിച്ച് നമുക്ക് വിടുതൽ തന്നത് 4 തലങ്ങളാണ്. 1, വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന്. 2, ഹല്ലേലൂയ, മിസ്രൈം ദേശത്തു നിന്നുള്ള വിടുതൽ, പാവത്തിൻ്റെ നടുവിൽ നിന്നുള്ള വിടുതൽ. 3, നമ്മൾ ഹല്ലേലൂയ മരിച്ചാണ് ജനിക്കുന്നത്. അവിടുന്ന് ഒരു വീണ്ടും ജനനം കർത്താവ് നമുക്ക് തന്ന. 4, ഹല്ലേലൂയ മതപൗരോഹിത്യത്തിൽ നിന്ന് അവൻ എന്നെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. രാജകീയ പൗരോഹിത്യമുള്ള ദൈവമക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ സുവിശേഷ ധർമ്മം എന്ന ആ കർത്താവിൻ്റെ കൽപ്പന അനുഷ്ഠിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷ